A sunny Saturday is a jolly day അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ഇന്ന് മാഞ്ചസ്റ്ററിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് പോവുകയാണ്. നമ്മുടെ ട്രാം മിസ്സായി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് ട്രെയിൻ അല്ല, ട്രാമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു, അഡൽസിൻ്റെ 2 one day ടിക്കറ്റ് എടുത്തു. അതാകുമ്പോൾ നമുക്ക് പോയിട്ടും തിരിച്ചു വരാനും ആ സെയിം ടിക്കറ്റ് യൂസ് ചെയ്യാം. നമ്മൾ ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ദാ ട്രാം എത്തി. ട്രാമും ട്രെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ട്രാം നമ്മുടെ സെയിം നമ്മുടെ അതർ വെഹിക്കിൾസ് പോകുന്നത് പോലെ തന്നെ ട്രാമിന് വേണ്ടി ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൽ കൂടെ ട്രാം പോകും. ഈ ട്രാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ കൂടെ വേറെ വണ്ടികൾക്ക് വരാം, ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയും വേറെ വണ്ടികൾക്ക് പോവാം. അപ്പോൾ ട്രാമിന് സിഗ്നലുണ്ട്, പ്രത്യേകിച്ച് സിഗ്നലുണ്ട്. എസ്പെഷ്യലി ജംഗ്ഷനൊക്കെ വരുമ്പോൾ സിഗ്നൽസ് ഉണ്ടാവും. ആ സിഗ്നലിൽ ബാക്കിയുള്ള വെഹിക്കിൾസ് ആ ട്രാം വേയിൽ നിന്ന് മാറിക്കൊടുക്കണം. നമ്മൾ മാഞ്ചസ്റ്റർ പിക്കഡിലി എത്തി ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് മാഞ്ചസ്റ്ററിലെ മെയിൻ പിക്കഡിലി ഗാർഡൻസ്. വളരെ വലിയ വലിയ ബിൽഡിങ്സും വളരെ ഓപ്പൺ സ്പേസും എല്ലാം ഉണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് കുറേ പ്രാവുകൾ ഇരിക്കുന്നുണ്ടോ, ഈ പ്രാവുകൾക്കുള്ള സ്റ്റാൻഡാണ്. ഇവിടെ കുറേ ആൾക്കാർ വരും, പീജിയൻസിന് ഫീഡ് ചെയ്യാറുണ്ട്. ഈവനിങ് സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് തിരക്കാണ്. ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഓർഗൻ കാണുന്നത് ഗൈസ്. ഗിത്താറിൽ 7 strings കണ്ടിട്ടുണ്ട്, 12 strings കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അറൗണ്ട് 20-25 strings ഉണ്ട്. വാവ്, ആ മ്യൂസിക് നമ്മൾ അറിയാതെ ഒന്ന് കേട്ട് നിന്ന് പോകും ഗൈസ്. കാരണം ഒരു സൂത്തിങ് മ്യൂസിക്, സൈലന്റ് ആൻഡ് സൂത്തിങ്. എത്ര പേരാണ് നോക്കി നിൽക്കുന്നതെന്ന് അറിയാമോ? ആ പുള്ളി രണ്ട് ചെറുക്കന്മാരെ മാറി നിൽക്കാൻ പറയാണ്. ട്രാം ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ അവർ ആ ട്രാം വെയിൽ നിന്നു. ട്രാം ഹോണും അടിച്ചു. അവർ കേട്ടില്ല, അവർ മറന്നു. അവർ കേൾക്കാതെ നിന്നതുകൊണ്ട് ഈ പുള്ളിയാണ് അവരെ മാറ്റിയത്. പിന്നെ അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാമിന് പെട്ടെന്ന് ഹാർഡ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എങ്കിലും ഈ ട്രാം വരുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം മാറുക. പക്ഷേ ട്രാം പോയി കഴിഞ്ഞാൽ ഇതേപോലെ ആൾക്കാരെ ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യും. ദിസ് മ്യൂസിക് വാസ് ഓസം ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ മാഞ്ചസ്റ്റർ പിക്കഡിലിയുടെ സ്ട്രീറ്റ് ഫുഡാണ് ഇത്. കരീബിയൻ സ്റ്റൈല് ചിക്കൻ തവ ചെയ്ത്, ചിക്കൻ തവായും ഉണ്ട്. അവിടെ മറ്റേ ലാമ്പിൻ്റെ കറിയൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തു, പക്ഷേ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറേ മറ്റേ ഫലൂഡ അല്ലെങ്കിൽ മറ്റേ ഈ ഷവർമ പോലത്തെയൊക്കെ. ഇത് ടർക്കിഷ് ഷവർമ ഡോണറൊക്കെ ആയിട്ട് ഉള്ള കടയാണ്, ടർക്കിഷ് ഗ്രിൽ. ഇത് നമ്മുടെ ചൈനീസ് ഐറ്റംസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ചിക്കൻ നൂഡിൽസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് ഇവിടെ. ഇത് കണ്ടാൽ മനസ്സിലായല്ലോ, കുറേ വലിയ വലിയ ബർഗേഴ്സ്, ബണ്ണ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബർഗർ, ബണ്ണ് ഒരുപാട്. അതായത് ആ മാഞ്ചസ്റ്റർ പിക്കഡിലി ഗാർഡൻസിൽ ഈ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഒരു എസ്പെഷ്യലി സാറ്റർഡേ, സൺഡേസ് ആൻഡ് ബാങ്ക് ഹോളിഡേയ്സ് എല്ലാ കടകളും ഓപ്പൺ ആയിരിക്കും, ബിസി ആയിരിക്കും. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ സമൂസ, ഈ ചെറിയ ഉള്ളിവട പോലത്തെ സംഭവങ്ങൾ. പിന്നെ പല ടൈപ്പ് ഓഫ് കബാബ്സ് ആണ് ഇതായിരിക്കുന്നത്. അവർ ഓർഡർ അനുസരിച്ച് അതിനെ കുറച്ച് ചൂടാക്കി സലാഡുമായിട്ട് വെച്ച് കൊടുക്കും. ഇത് ഇന്ത്യൻ സ്റ്റൈല് പോലെയാണത്. പിന്നെ വേറൊരു സ്റ്റൈല് ഷവായ് അല്ലല്ലോ, ഇതിന് ഷവർമ പോലത്തെ ഒരു സംഭവം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ കുറേ കുക്കീസ്, കേക്ക് കടയുണ്ടായിരുന്നു ഇവിടെ. നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുക്കീസ് കേട്ടോ. ഞാൻ പിന്നെ ഈ സ്വീറ്റിൻ്റെ ആളല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ട്രൈ ചെയ്തില്ല. എങ്കിലും നോക്കി ഇതെല്ലാം കണ്ടു. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോട്ട് ഡോഗ്സ് ആണ്. ചീസി ഹോട്ട് ഡോഗ്സ്, അല്ല ചീസ് ഇല്ലാത്ത ഹോട്ട് ഡോഗ്സ്, പിന്നെ കൊറിയൻ ടൈപ്പ് ചില്ലി ഹോട്ട് ഡോഗ്സ് ഒക്കെ. പിന്നെ ഒരുപാട് ചില്ലി ചിക്കൻ, മറ്റേ ചൈനീസ് ഐറ്റംസ് ആണ്. ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ന്യൂഡിൽസ് എന്ന് പറഞ്ഞ ഒരുപാട് ചൈനീസ് ഐറ്റംസും അവിടെ ഉണ്ട്. എല്ലാം മിക്സ് ആൻഡ് മാച്ച് ഒക്കെ പറയുമ്പോൾ 11 pounds ആണ്. അവിടുത്തെ പോലീസുകാരാണ്. അവരെ കണ്ടു, ഒരു ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തു. നമ്മുടെ പോലീസുകാരൻ ഒരു ചെക്കനെ പൊക്കിയിട്ടുണ്ട്. അവിടെ എന്തോ വണ്ടി എന്തോ വെച്ചതിനാണെന്ന് തോന്നുന്നു, അറിയില്ല.
അവരുടെ ഡ്രസ്സ് കണ്ടോ, ഒരുപാട് സംഭവങ്ങൾ അവരുടെ ഡ്രസ്സിലുണ്ട്. പിന്നെ ഈ പുള്ളിയെ കണ്ടോ, ഇത് സ്റ്റാച്യു ആണെന്ന് കണ്ട പറയുമോ? ആക്ച്വലി സ്റ്റാച്യു അല്ല. പിന്നെ ഇത് സ്റ്റാച്യു ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയുക. ഒരുപാട് പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പക്ഷെ അത് സ്റ്റാച്യു അല്ല, ഈ പുള്ളി സ്റ്റാച്യു ആണ് ആക്ച്വലി, ഈ പുള്ളി ചെയ്തതാണ്. പിന്നെ 2 പേര് ഇത്രയും വലിയ ഇഫോണിയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ നേരിട്ട്. ബിഗ്ഗസ്റ്റ് ഇഫോണിയം ഐ ഹാവ് എവർ സീൻ. വാവ്, ദിസ് വാസ് അമേസിങ് ഗൈസ്. ഈ പുള്ളി ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് വാ കൊണ്ടാണ്, ബീറ്റ് ബോക്സിംഗ് എന്ന് പറയും. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഈ പുള്ളിക്കാരി ഐ തിങ്ക് ഈ ഫ്രീ പാലസ്തീൻ്റെ ഒരു ക്യാമ്പയിനായിട്ട് ആ മ്യൂസിക്കിൻ്റെ കൂടെ സിങ്കായി പാടുകയാണ്. പിന്നെ ആദ്യം മോനൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. അവൻ അതാണല്ലോ മെയിൻ. ഐസ്ക്രീം മേടിച്ചു. പിന്നെ ഐസ്ക്രീമിന് ആദവും അലിയായിട്ട് ചെറിയ വഴക്കൊക്കെ ആയി. ആദം കൊടുക്കത്തില്ല, അലിക്കാണെങ്കിൽ ഒരു ബൈറ്റ് കിട്ടിയേ പറ്റും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആണ്ടേൽ ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് കയറുകയാണ് ഗൈസ്. ഇറ്റ്സ് എ ബിഗ് ഷോപ്പിംഗ് മോൾ. നമ്മുടെ ലുലു മോൾ 200,000 സ്ക്വയർ ഫീറ്റ് അല്ലേ, എന്നാൽ ഈ ഷോപ്പിംഗ് മോൾ 1300. ഈ ഷോപ്പിംഗ് സെൻറ്റർ മാഞ്ചസ്റ്ററിലെ 2nd ലാർജസ്റ്റ് ഷോപ്പിംഗ് സെൻറ്ററാണ്. നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൻ്റെ 5 ഇരട്ടി വലിപ്പം ഉള്ള ഷോപ്പിംഗ് സെൻറ്ററാണ്. അപ്പം ഇമാജിൻ എന്തുമാത്രം വലുതായിരിക്കുന്നു. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ്, ഡിഫറെൻറ്റ് ഐറ്റംസ്. കേക്ക്, ഇവിടെ നിന്ന് നമ്മളൊരു കേക്ക് മേടിച്ചു. അലിക്ക് ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്, അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കേക്ക് മേടിച്ചു. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. കിടിലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യം. ഞാൻ സാധാരണ കേക്ക് കഴിക്കാത്തതാണ്, ഞാനും കഴിച്ചു. പിന്നെ നമ്മൾ റിവർ ഐലൻഡിലോട്ട് പോയി. അവിടെ നിന്ന് അലിക്ക് നല്ല ഒരു സൈഡ് ബാഗ് മേടിച്ചായിരുന്നു. നല്ല രസമുള്ള ബാഗ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ബാഗിന് 3200 രൂപ ആയി കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഈ ബാഗിന് 3200 നാട്ടിലെ പ്രൈസാണ് പറയുന്നത്. പിന്നെ നമ്മൾ അതും വാങ്ങിച്ച് പതുക്കെ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. അവിടെ ഇതുപോലെ ഇങ്ങനെ ബെൽറ്റിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ആവശ്യമുള്ളത് എടുത്തിട്ട് ബില്ല് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ അവിടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു. നമ്മുടെ ഗണേശ ചതുർത്ഥിയുടെയോ ഗണേഷ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം. അവിടെ ഒരുപാട് പേര് ഈ പ്രോഗ്രാം കാണാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം നിന്ന് നോക്കിയിട്ട് നമുക്ക് വിശന്നു. നമ്മൾ വീണ്ടും ഫുഡ് കോർട്ടിലോട്ട് പോയി. അവിടെ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. അല്ലാതെ മെക്ഡി, KFC അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, റൈസ്, നമ്മുടെ പക്കാവട, അതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിരിയാണി, കറികൾ, പലതരം കറികളാണ്. ഞാനിത് ട്രൈ ചെയ്തില്ല, പക്ഷേ അങ്ങനെ അവർ വെച്ചേക്കുന്നു. പിന്നെ സമോസ, ഇവിടെ ബിരിയാണീസാണ്. ഈ പുള്ളി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആ ചേട്ടൻ നല്ല കിടിലായിരുന്നു. സോർബാസ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതുപോലെ ആയിരിക്കണം എല്ലാ സ്റ്റാഫുകളും. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ്, ചൈനീസ് ഐറ്റംസ് ആണ് ഇവിടെ. ഇത് കുറേ പിസ്സ ടോപ്പിങ്സ് ആണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ പതുക്കെ ഇറങ്ങി വന്നപ്പോൾ അവിടെ ഇസ്ലാമിക് ടൈപ്പ് ബുക്സും ഖുർആനൊക്കെ ഇരിക്കുന്നു. ഖുർആൻ ഇംഗ്ലീഷാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് വാങ്ങിച്ചു.
അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി ഗൈസ് നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ചില്ലി ഹോളിഡേ, സണ്ണി ഹോളിഡേ ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, ബൈ.